നമസ്കാരം. ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട്. എന്താണ് കൊളസ്ട്രോൾ, കൊളസ്ട്രോളിനെ കുറിച്ചുള്ള ചില മിഥ്യാധാരണകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കൊളസ്ട്രോൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. എന്നാൽ കൊളസ്ട്രോൾ ഒരു വില്ലനല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരു പദാർത്ഥമാണ്. കോശങ്ങളുടെ നിർമ്മാണത്തിനും ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും ജീവകങ്ങൾ ആഗിരണം ചെയ്യാനും കൊളസ്ട്രോൾ ആവശ്യമാണ്. എന്നാൽ ഇതിന്റെ അളവ് കൂടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പലരും വിശ്വസിക്കുന്നത് കൊളസ്ട്രോൾ കൂടിയാൽ ക്ഷീണം, നെഞ്ചുവേദന പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുമെന്നാണ്. എന്നാൽ ഉയർന്ന കൊളസ്ട്രോളിന് സാധാരണയായി പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. അതിനാൽ രക്തപരിശോധനയിലൂടെ മാത്രമേ കൊളസ്ട്രോളിന്റെ അളവ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. നമ്മുടെ കരൾ ദിവസവും കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ജനിതകപരമായ കാരണങ്ങളാലും കൊളസ്ട്രോൾ കൂടാറുണ്ട്. അതിനാൽ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കാത്തവർക്കും കൊളസ്ട്രോൾ ഉണ്ടാകാം. ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കും. എന്നാൽ എല്ലാവർക്കും ഇത് മാത്രം മതിയാകില്ല. ചില ആളുകൾക്ക് ജീവിതശൈലിയിലെ മാറ്റങ്ങൾക്കൊപ്പം മരുന്നുകളും ആവശ്യമായി വരും. നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടത് പ്രധാനമാണ്. കൊളസ്ട്രോളിൽ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. ചീത്ത കൊളസ്ട്രോൾ കൂടിയാൽ അത് ധമനികളിൽ അടിഞ്ഞുകൂടി ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും. എന്നാൽ നല്ല കൊളസ്ട്രോൾ ശരീരത്തിന് ഗുണകരമാണ്. ഇത് ചീത്ത കൊളസ്ട്രോളിനെ നീക്കം ചെയ്യാൻ സഹായിക്കും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.